ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നിൽക്കുവാണ്. ഒരു പാക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത് ഈ ഒരു എണ്ണ തേപ്പും അതുപോലെ തന്നെ ആ പാക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാ. അല്ലേ വേണ്ട, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളോട് പറയാം. നമ്മുടെ താരൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ഒരു വലിയ ഇഷ്യൂ ആണല്ലോ ഇപ്പം. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ വേറെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് മാറി താമസിച്ച് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അവിടുത്തെ വെള്ളത്തിൽ തല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ ക്ഷണിക്കാതെ വരുന്ന അതിഥികൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് നമ്മുടെ തലയിൽ താരൻ വരണ്ടാവുക. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ സംഭവമൊക്കെ ചെയ്തിട്ട് ഇത് കൂടുതലായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട്. എനിക്ക് ഇതിനു മുന്നേ ഇവിടെ നിന്ന സമയത്ത് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ വർഷം ജനുവരിയിൽ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തലയിൽ താരൻ ഭയങ്കരമായിട്ട് വന്നു. എൻ്റെയോ അതെ ഏട്ടൻ്റെയോ അതെ. എന്നിട്ട് ഒരു സെക്കൻഡ് ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഭയങ്കരമായിട്ട് താരൻ വന്നിട്ട് നമ്മൾ നാട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഒരു യൂസ് ഉണ്ടായിരുന്നില്ല. അവർ ഒരു എനിക്കൊരു ഷാമ്പുവും ഏട്ടന് ഷാമ്പുവും സീറോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ യൂസ് ആക്കിയിട്ട് ഒരു യൂസും ഉണ്ടായിരുന്നില്ല. ഏട്ടൻ അത് ഓവറായിട്ട് യൂസ് ചെയ്തിട്ട് ഏട്ടൻ്റെ തലയിൽ കുരുക്കളൊക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മൾ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ എണ്ണയൊക്കെ ഞാൻ പിറകെ കാണിക്കാനായിട്ട്. ഇപ്പം നിങ്ങൾക്ക് ടോട്ടൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരിക്കില്ലേ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ മറ്റ് വീഡിയോ കണ്ടിട്ട് വാ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ അത് നമ്മുടെ തലയിൽ യൂസ് ആക്കിയിട്ട് ഇങ്ങനെ കുരുക്കളൊക്കെ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം തൊട്ട് നമ്മളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് കോട്ടയ്ക്കിൽ നിന്ന് നമ്മൾ ഈ 2 എണ്ണ വാങ്ങിയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ആ എണ്ണയുടെ ഇതിപ്പം ക്ലിയർ ആവണ്ടാവില്ല, ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പണ്ട് ചെറുതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, എണ്ണയിൽ കുളിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും പിന്നെയും കുളിപ്പിക്കുന്നുണ്ടാവുക. പക്ഷെ വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് തലയിൽ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. പക്ഷെ താരൻ കളയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം ചെയ്യണത്. എനിക്ക് തലയിൽ ഇപ്പം എണ്ണ തേക്കാൻ വേണ്ടി ഇഷ്ടമല്ല. എണ്ണ തേച്ചാൽ തന്നെ ഞാനത് ഷാമ്പു ചെയ്ത് മൊത്തം കളയും. പിന്നെ ഈ ഒരു സാധനം കൊണ്ടുള്ള പാക്കാണ് കേട്ടോ എൻ്റെ തലയിൽ താരൻ മൊത്തം കാട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മളുടെ ആര്യവേപ്പ്, നീം ലീവ്സ്, ഇവിടെ ആകുമ്പം ഇതിനൊരു ക്ഷാമമില്ല, നിറയെ കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഏട്ടനെ കൊണ്ട് പറപ്പിച്ച് ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു പിടിയോളം ഞാൻ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ കഴുകുക. കാരണം ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ പൊടി കൂടുതലുള്ളതായിരിക്കുമല്ലോ. ഇനി ആ പൊടിയൊക്കെ തലയിൽ തേച്ചിട്ട് ചൊറി പിടിക്കണ്ട. അതുകൊണ്ട് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല എടുത്തു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 ഓളം ചെറിയ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ടായിരുന്നേ. കാരണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ആ ഒരു ഇല അരഞ്ഞു കിട്ടൂലല്ലോ. അപ്പോൾ ആദ്യം 2 സ്പൂൺ തൈര് ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തു. പിന്നെ ഒന്നും കൂടെ എല്ലാം അരഞ്ഞൊന്ന് സെറ്റായപ്പോഴത്തേക്കും പിന്നെ ഞാനൊരു 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുക. നല്ല എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് നമ്മൾ ആദ്യത്തെ യൂസിൽ തന്നെ നമ്മൾക്ക് കുറേയൊക്കെ പോണ പോലെ തോന്നും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസത്തിൽ വീക്കിലി ഒരു 1 അല്ലെങ്കിൽ 2 ഈ ഒരു സാധനം നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് എണ്ണ കാച്ചിയിട്ടും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷേ ഞാനൊരു തവണ ഇതിൻ്റെ എണ്ണ മാത്രം തലയിൽ തേച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എണ്ണ അത്ര കണ്ട് എഫക്റ്റീവായിട്ട് തോന്നിയില്ല. പക്ഷേ മറ്റ് 2 എണ്ണയും ഇതും കൂടെ ആയി കഴിഞ്ഞപ്പം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് തേക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുത്തു. എൻ്റെ കൂടുതലും ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് കൂടുതലും. ഇവിടെയൊക്കെ എൻ്റെ കുറവാണ്, വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ നീം ലീവ്സ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് ഇച്ചിരി എന്താ പറയുക, നമുക്കൊരു ചൊറിച്ചിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ തലയിൽ തേക്കിനേക്കാട്ടിലും മുൻപ് നമ്മളുടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ്, കൂടുതൽ സമയമായാലും പ്രശ്നമൊന്നുമില്ല, അത്രയും നേരമൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ചൊറിച്ചിലും സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു സാധനം നിങ്ങൾ തേച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ട്, ഇപ്പം എൻ്റെ ഏട്ടനൊക്കെ പറഞ്ഞ എണ്ണയെ പോലെയല്ല, ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ഒറ്റ പോലെ വരില്ലേ, അതേപോലെയാണ് ഏട്ടനൊക്കെ വരണേ. അങ്ങനെയുള്ള ആൾക്കാർ ഇത് ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പം വളരെ കുറച്ച് തൈര് കൂടുതൽ എടുക്കുക.
എന്നിട്ട് ഞാനിപ്പം ഒരു പിടിയോളം നീം ലീവ്സ് എടുത്തിട്ട് 4 സ്പൂൺ തൈരിൽ അടിച്ചത്. കാരണം എൻ്റെ തലയോട്ടി എന്ന് പറയുന്നത് ഡ്രൈ ആണ്. ഡ്രൈ ആയിട്ടുള്ള തലയോട്ടി ഉള്ള ആൾക്കാരും ഇതേപോലെ തന്നെ ഒരു പിടി നീം ലീവ്സ് എടുത്തിട്ട് തൈര് 4 സ്പൂൺ, അതായത് നീം ലീവ്സിനെക്കാട്ടിലും കൂടുതൽ തൈര് എപ്പോഴും ഡ്രൈ തലയോട്ടി സ്കാൽപ്പ് ഉള്ളവർ എടുക്കണം. ഇനിയിപ്പം ഓയിലി ആണ് നിങ്ങളുടെ സ്കാൽപ്പെങ്കിൽ, അതായത് ചില ആൾക്കാർക്ക് തലയിൽ എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ആക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ നീമും തൈരും സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതേപോലെ തന്നെ പൊറ്റയായിട്ടൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നീം ലീവ്സ് വളരെ കുറച്ച് യൂസ് ആക്കണതായിരിക്കും നല്ലത്. പിന്നെ ഇതും അലവേരയും ഇതേപോലെ തന്നെ അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു സെയിം എഫക്റ്റ് തന്നെ കിട്ടുന്നതാണ് അലവേരയും തൈരും കൂടിയുള്ള പാക്ക്. പക്ഷെ നമ്മുടെ ഇവിടെ ഇതില്ല, കറ്റാർവാഴ ഇല്ല. പിന്നെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് നമ്മളുടെ ഉലുവയില്ലേ. ഉലുവ തലേ ദിവസം കുതിർത്തി വെള്ളത്തിലിട്ടിട്ട്, തലേ ദിവസം നല്ല അരയ്ക്കാൻ എളുപ്പത്തിന് കുതിർത്ത് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ തൈരിൽ അടിച്ച് ചേർക്കുക. നമ്മളത് ഇവിടെ ഏട്ടൻ്റെ നാട്ടിൽ വെച്ച് താരം വന്നപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് മാറും. ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ഒരു റീസൺ, നമ്മൾ ഒരു തവണ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഉലുവ എന്ന് പറയുമ്പോൾ നമ്മളത് എത്ര അരച്ചാലും ഒരു തരിതരി വരില്ലേ. അപ്പം അത് നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പോയിട്ട് നമ്മുടെ തല കഴുകാനൊന്നും പറ്റില്ലല്ലോ, ബാത്റൂം തന്നെയല്ലേ യൂസ് ആക്കണേ. അപ്പോൾ ബാത്റൂമിൽ അത് ഒരു തവണ നമ്മൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ബ്ലോക്കായിട്ട് വെള്ളം കെട്ടണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അത് അങ്ങനെ യൂസ് ആക്കാത്തത്. നാട്ടിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഉലുവ എന്ന് പറയുന്നത് ഭയങ്കര ബെസ്റ്റാണ്. കാരണം എല്ലാവരുടെയും വീട്ടിൽ പുറത്തൊരു പൈപ്പ് ഉണ്ടാവും, അവിടെ പോയിട്ട് കഴുകിയാൽ മതിയല്ലോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സംഭവം നല്ല എഫക്റ്റീവായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഇതിൽ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള, അത് നമുക്ക് നീം ലീവ്സിൻ്റെ പൗഡർ കിട്ടും, അതേപോലെ തന്നെ അലവേരയുടെ ആണെങ്കിലും നമുക്ക് ജെല്ലൊക്കെ കിട്ടൂലേ, അതിനെക്കാട്ടിലൊക്കെ നല്ലത് ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും എന്ന് തോന്നുന്നു. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കുളിക്കാം. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ചായ ഇട്ട് കുടിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇപ്പം ഇവിടെ സമയം 9:30 ആവാൻ പോകുന്നു, രാത്രിയാണ്. ഏട്ടൻ 1 മണിയാകുമ്പോഴത്തേക്കാണ് വരണ്ടാവുക. നാളെ മുതൽ 3 ദിവസത്തേക്ക് പിന്നെ നൈറ്റ് എന്ന് പറയുമ്പോൾ വെളുപ്പിന് 4 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരണ്ടാവുക. അപ്പോൾ വൈകുന്നേരം 6 മണിക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം 9:30 കണക്കൂട്ടണം, 10:30 11 ഒരു 3.5 മണിക്കൂർ ഉണ്ട്. അപ്പോൾ വിശക്കുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചത് പറഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ 3 ഓർഡർ ചെയ്തതാണ്ടാ. പക്ഷെ എന്താ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ ബാക്കി സംഭവങ്ങളെല്ലാം, ഈ ഒരു സംഭവമൊക്കെ നല്ലപോലെ ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു സംഭവമില്ലേ പിങ്ക്, ഇത് ഞാൻ കുറച്ചും കൂടെ വലിപ്പം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇതിൻ്റെ താഴത്തെ സെക്ഷനിൽ വെക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ വന്നപ്പോൾ സംഭവം ചെറുതാണ്. പക്ഷെ സാധനം ക്വാളിറ്റി ഉണ്ട്, പക്ഷെ സൈസ് ചെറുതായിപ്പോയി. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് 3 ഓർഡർ ആക്കണേ. പക്ഷെ സംഭവം കൊള്ളാം. ഞാൻ അല്ലെങ്കിൽ ഷീൻ അതിൽ നിന്നാണ് ഓർഡർ ആക്കാറ്. അതിന് വെച്ച് നോക്കുമ്പം ഇതിൽ പൈസ കുറവാണ്. പിന്നെ അങ്ങനെ ഇത് ചായ കൂടിയും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏട്ടൻ 1 മണിക്കല്ല നേരത്തെ വന്നു കേട്ടോ, 12 മണി ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മളിന്ന് പിട്ടാണ് കേട്ടോ. അപ്പം അത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കറി നമുക്ക് ഓൾറെഡി ഉച്ചയ്ക്ക് വെച്ച് കറി ഇരിക്കണ്ടായിരുന്നു, അതുകൊണ്ട് കറീൻ്റെ പണി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചയ്ക്ക് മറ്റേ ബീഫിൻ്റെ ലിവർ നമ്മൾ കറിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി വെള്ളം കുഴിച്ച് നീട്ടി അങ്ങ് എടുത്തിട്ടുണ്ട്. ഈ കറി നീട്ടിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്ന് പഠിച്ചതായിരിക്കുമല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു നേരത്തെ കറി തികയാണ്ട് വരുമ്പോൾ കറി വെക്കാൻ മടിയായിരിക്കും. അപ്പോൾ അതെല്ലാവർക്കും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് നീട്ടിയെടുക്കുമല്ലോ. ആ സെയിം പോലെ തന്നെ ഞാനും അത് തെറ്റിച്ചില്ല, ഞാനും അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നീട്ടി അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടായുമ്പോൾ ഏട്ടന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അതേ നട്ടപ്പാതിരയ്ക്ക് 12:30 സമയത്താണോ നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത്. ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് മൊത്തം തല തിരിഞ്ഞാണ്. ഇനി വേറെ എവിടേക്കല്ല, കടയിലേക്കാണ് പോണേ. വെളുപ്പിന് ഞാൻ കടയിൽ പോണത് നമുക്ക് പുത്തരിയല്ല എന്ന് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ കടയിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. കറി വയ്ക്കരുത്, ഡ്രൈ ഫ്രൈ ചെയ്യണം. അതിനേരം കറി വയ്ക്കണം. ഇതും ഉണക്കച്ചെമ്മീൻ തേങ്ങ
ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ഷോട്ട്സും അത് പല പല പരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും. അതെല്ലാം ഓൾ ക്യാപ്ചേർഡ് ബൈ മൈ കിട്ടിയോനായിരിക്കും കേട്ടോ. ഏതൊക്കെ രീതിയിലാണ് ഏട്ടൻ ഷൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ എന്തിനാണാവോ സൂം ചെയ്തിരിക്കുന്നതെന്ന് പഠിച്ചവന് മാത്രം അറിയാം. ആ സാധനം നമ്മൾ വാങ്ങിയിട്ടുമില്ല. അയ്യോ, ഫുൾ കണ്ടില്ലേ? ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഉള്ളത്. കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ തമിഴ് മൂവിയില്ലേ 3 BHK, അത് ഇന്നലെ കണ്ടു തുടങ്ങി. 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വന്നു. സിനിമ മോശമായിട്ടല്ല കേട്ടോ, ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ടാ. അപ്പം ഇനി അത് പോയിട്ട് കാണണം, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പം ശരി.